അതെ, നോമ്പ് തുറക്കുമ്പോൾ വയറ് ഫുള്ളാവാനും ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതൊരെണ്ണം മതി കേട്ടോ. 3 പൊറാട്ട കഴിച്ച പോലെ കല്ല് പോലെ അങ്ങ് കടന്നോളും വയറ്റിൽ കേട്ടോ. പൊറാട്ടൻ്റെ പോലെ ഒന്നും അല്ല കേട്ടോ, നല്ല ഹൈ റിച്ച് പ്രോട്ടീനാണ്. അപ്പോൾ അതേ ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 1-2 മുട്ട പൊട്ടിച്ചു വയ്ക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി എന്താ, ചൂടായ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഇത് ഒരു ഉള്ളി ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഒരു തക്കാളിയുടെ പകുതി, കറിവേപ്പില, 2 പുതിനയില ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ബെസ്റ്റാണ്. പിന്നെ പച്ചമുളക് ആവശ്യത്തിന് നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, നിങ്ങൾക്ക് എന്തൊക്കെയാണ് പൊടികൾ ഇങ്ങനെ മസാലയ്ക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാനിത് കുറച്ച് ചിക്കൻ ഇവിടെ പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പിച്ചെടുത്തിട്ടുണ്ട്. പിച്ചണം എന്നില്ല, നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കാം. ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ആ ഒരു പാനിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി എടുക്കാം. ഇനി മുട്ട വല്ലാതെ വേഗാത്ത ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് മുകളിൽ ഇതുപോലെ ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു തവി വെച്ചിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുട്ട നന്നായിട്ട് വേവരുത്, അതിൻ്റെ അടുക്ക് തന്നെ നമ്മൾ ചപ്പാത്തി വെക്കണം, എന്നാലും അതിമൊന്ന് ഒട്ടിപ്പിടിക്കുള്ളൂ. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റാം. അങ്ങനെ ഇത് ഞാൻ സാഹസികമായി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഫില്ലിങ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് ഇതുപോലെ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. ഇത് മസ്റ്റാണേ. ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ ഹൈ റിച്ച് പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സംഭവം ഈസിയാണ് കേട്ടോ, കഴിക്കാനോ ഭയങ്കര ടേസ്റ്റുണ്ട് കേട്ടോ, അപാര രുചിയാണ്. എന്തായാലും സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. അപ്പം ഞാനൊരു കടി കടിച്ചിട്ടുണ്ട്, അതിൻ്റെ ആ ഉള്ളൊക്കെ നോക്കിയേ, എന്താ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഓക്കെ, എന്നാൽ ബൈ ബൈ.